ഹായ്. വീണ്ടും 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 പറയാനുള്ളത് ഹേമ കമ്മിറ്റിനെ കുറിച്ചാണ്. എങ്ങനെ പറയാതിരിക്കും? കാരണം ഓരോ ദിവസവും ഓരോ ആളുകളുടെ പേരാണ് മുന്നോട്ട് വരുന്നത്. ഈ പേര് പറഞ്ഞതും പേര് മുന്നോട്ട് വരുന്നതും അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്ക് പറയാനുള്ളത് ഈ ആരോപണം ഉന്നയിക്കുന്ന കുറെ നടിമാരുണ്ടല്ലോ, കുറെ ആളുകളുണ്ടല്ലോ, ഇതൊക്കെ സത്യം തന്നെയാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ ഉണ്ട്. അതായത് ഈ സംഭവം ഇല്ല എന്നുള്ളതല്ല, സംഭവം ഉണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്, ഉന്നതരായിട്ടുള്ള ആളുകളുണ്ട്, എല്ലാം ശരി. പക്ഷെ ഇന്നലെ വന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. നമ്മുടെ ജയസൂര്യ ജയസൂര്യ പുള്ളിക്കാരി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞ നടി ജയസൂര്യ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരതിൽ ചീഫ് സെക്രട്ടറി എന്തോ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. ആ ക്യാരക്ടർ ബാത്റൂമിൽ പോണ സമയത്ത് പിറകെ നിന്ന് കെട്ടിപ്പിടിച്ചു, പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ലിപ്പിൽ കിസ് ചെയ്തു. എന്നിട്ട് പിറകെ വന്നിട്ട് പറഞ്ഞു ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ യു. അപ്പോ ഇവര് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവിടെ റൂമുണ്ട്, റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും എന്ന് ജയസൂര്യ പറഞ്ഞു എന്നുള്ളതാണ് ആരോപണം. അത് അങ്ങനെ തന്നെ പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പൊ പുള്ളിക്കാരി പറയണേ ജയസൂര്യ അല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ ചെയ്യണ്ടേ? ഒന്ന് ഒന്ന് കേട്ടോ കേട്ടോ. എനിക്ക് ഇതിനകത്തൊരു പ്രത്യേകിച്ച് ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോകാൻ പറ്റത്തില്ല. അത് ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. കണ്ട ഇവിടെ ചെറിയൊരു ഉടായ്പാണ്. ചെറിയ ഉടായ്പൊന്നുമല്ല, വലിയ ഉടായ്പാണ്. പറയാൻ കാരണം എന്താ വെച്ചാല് മാതൃഭൂമി ന്യൂസിൽ ചർച്ചയ്ക്കിടയിൽ നടൻ ജയനെതിരെ ആരോപണം ഉന്നയിച്ചു. ജയനെതിരെ പബ്ലിക്കായിട്ട് ചർച്ചയിൽ വന്നിട്ട് ഇന്ന ആള് ഇന്ന മോശമാര് പെരുമാറി എന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞു. പക്ഷെ ആദ്യം മുപ്പത്തിയാറ് പറഞ്ഞത് ജയസൂയുടെ ഈ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞത് അവർക്ക് കുടുംബമുണ്ട്, കാര്യങ്ങളുണ്ട്, അത് പറയാൻ പറ്റൂല, അവര് കുടുംബം ജീവിക്കില്ലേ. അപ്പൊ ഈ ജയൻ എന്താ കുടുംബല്ലേ? ജയനും വീട്ടിലെ ആൾക്കാരില്ലേ? അത് മരിച്ചോ ജയനെ കുറിച്ചല്ലേ പറയണത്? അല്ലല്ല, മറ്റേ ഇതുണ്ടല്ലോ, വേറെ ജയൻ ഉണ്ടല്ലോ. അപ്പൊ അമ്മ അപ്പൊ അത് ലൈവായിട്ട് പറയാം. അതായത് ഇതിന്റെ താഴെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതിനെ കുറിച്ച് വരുന്നുണ്ട്. ഒന്ന്, പുള്ളിക്കാരി കള്ളം പറഞ്ഞതാണ്. ഓഫ്കോഴ്സ് സാധാരണയായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, ജയസൂര്യനെ കുറിച്ച് വെറുതെ ഫെയിമിന് വേണ്ടിയിട്ട് പറഞ്ഞാണെന്നുള്ളത്. രണ്ട്, ജയസൂര്യ പൈസ കൊടുത്ത് ഒതുക്കി എന്നുള്ളത്. ആവാം, ഓഫ്കോഴ്സ് ആണ്. രണ്ടാണെങ്കിലും അതെ, അതാണ് ഞാൻ പറഞ്ഞത്. രണ്ടാണെങ്കിലും കേസിലുണ്ട്. അപ്പൊ ജയസൂര്യ പൈസ കൊടുത്ത് ഒതുക്കി കഴിഞ്ഞാൽ പൈസ മേടിച്ചു ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കുത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? ആദ്യം ജയസൂര്യ സംസാരിച്ചിട്ട് തീരുമാനമാക്കിയ പോലെ. രണ്ട്, കള്ളമാണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും ശക്തമായിട്ടുള്ള ആരോപണം ഇങ്ങനെ ഉന്നയിച്ചതിനെതിരെ ശക്തമായിട്ടുള്ള കേസ് നടപടി ഉണ്ടാവണം. ഇവിടെ ജയസൂര്യ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തതിനെതിരെ കേസ് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒന്നേ ഉള്ളൂ, ജയസൂര്യ പൈസ കൊടുത്ത് ഒതുക്കി, അത്രേ ഉള്ളൂ. അപ്പൊ ജയസൂര്യ ശരിക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കെതിരെ വെറുതെ വന്നാണ് കള്ളം പറഞ്ഞതെന്നുണ്ടെങ്കിൽ ജയസൂര്യ എന്ത് ചെയ്യണം? അതിനെതിരെ കേസ് കൊടുത്ത് അത് സോഷ്യൽ മീഡിയ വഴി നമ്മൾ അറിയിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ലെ? അതല്ലേ ശരിയായ തീരുമാനം. ഇനി ഇവിടെ പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുകേഷിനെതിരെ വന്നിട്ടുള്ള ആരോപണം. അല്ല, അതിനെതിരെ നമ്മളെ പുള്ളിക്കാരൻ പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്? സുരേഷ് ഗോപി. അതായത് അതിനെക്കുറിച്ച് ചോദിച്ച സമയത്ത് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളതാണ് ഇത് ആരോപണങ്ങൾ മാത്രമാണ്, കോടതി തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ കുട്ടിങ്ങിയിട്ടുണ്ട് ഈ സുരേഷ് ഗോപി. പുള്ളി ഈ സ്ഥാനത്തേക്ക് കയറിയതിനു ശേഷം ഫുൾ പ്രശ്നങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അത് പുള്ളിന്റെ പ്രശ്നം എന്നല്ല പറയാൻ കേട്ടോ, കാരണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതിപ്പോ വയനാട്ടിലുള്ള ദുരന്തമാണെങ്കിലും അതിനുശേഷമുള്ള ഇപ്പൊ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഈ 6-ാം തീയതി മുതൽ 22 സിനിമകൾ അങ്ങാണ്ട് ചെയ്യാനുണ്ട്, അതിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞിട്ട് അമിത്ഷാ ആ പേപ്പർ വലിച്ചെറിന്ന് പറഞ്ഞിട്ടും ആകെ പ്രശ്നങ്ങൾ നടക്കണത്. പക്ഷെ എന്തോ ഇപ്പൊ ഇവിടെ ഉണ്ട്, നിങ്ങളൊരു കേന്ദ്രമന്ത്രിയല്ലേ, അമ്മയിലുള്ളതല്ലേ? അമ്മയിലില്ല ഒന്നുമല്ലേ സുരേഷ് ഗോപി? എനിക്കല്ല എന്തായാലും അതൊക്കെ ചോദിച്ചിട്ടൊരു തീരുമാനം ചോദിക്കുന്നുണ്ട്. പക്ഷെ നട്ടലോട് കൂടി ഒരു തീരുമാനം സത്യം പറഞ്ഞാൽ ഈവൻ മമ്മൂട്ടി മോഹൻലാൽ, നമ്മളൊക്കെ ബിഗ് ഗംസ് ഓഫ് മോളിവുഡ് എന്ന് പറയുന്ന മമ്മൂക്ക തുറന്നിട്ടില്ല, മോഹൻലാൽ തുറന്നിട്ടില്ല, വിദേശത്താണ്. മമ്മൂക്കേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് മോഹൻലാൽ. കാരണം സ്ഥാനത്തിരിക്കുന്നതാണ്, പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ഞാൻ രാജിവെക്കണം, ഇങ്ങനത്തെ പ്രശ്നത്തിൽ ഞാൻ രാജിവെച്ചു. മോഹൻലാലിനെതിരെ ഒരു ആരോപണം വന്നിട്ടില്ല ഒന്നുമില്ല ഇതുവരെ. അറിയില്ല, പലതരത്തിൽ എന്താ പറയാ, അവിടെ ഇവിടെയും പല പറച്ചിലും ലാലേട്ടനെ കുറിച്ച് പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗോസിപ്സ് എന്ന് പറഞ്ഞ മാത്രം നിൽക്കുകയാണ്. അപ്പൊ ഒരു ആരോപണം വരാത്ത രീതി ഒരു നിലയിൽ പുള്ളിക്കാരൻ സ്ഥാനം മാറേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോ ഉത്തരവാദിത്തം കാണിക്കണം. അത് അതെ ഇരിക്കരുത്. മമ്മൂക്കയുടെ തന്നെ ഉത്തരവാദിത്തം പറയാൻ ആളാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനോ ഒന്നും വേണ്ട. ഇപ്പൊ മമ്മൂക്കക്ക് പറയാലോ, ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമുക്ക് തീരുമാനം പറയാൻ കഴിയില്ല, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ തീരുമാനം ആകട്ടെ എന്ന് ഇവിടെ നമ്മുടെ
എന്താ പറയാ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ആരോപണങ്ങൾ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ, ഒരു കാര്യം അറിയട്ടെ എന്ന് പറയാം. സാധാരണ മമ്മൂട്ടി മോഡലൊക്കെ ഒരു പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് ഉണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ഇൻസിഡന്റിലേക്ക് വന്ന് ചോദിക്കുമ്പോൾ മാധ്യമങ്ങള് പറഞ്ഞാല് അലക്കും. അല്ല, മാധ്യമങ്ങളുടെ മുമ്പിൽ പോകണ്ടെന്ന്, അതുകൊണ്ടാണ് അവര് വരാത്തത്. അല്ല ഈ ലാലേട്ടൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വരേണ്ടതുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയുണ്ട്. അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് സാധാ ഒരു സോഷ്യൽ മീഡിയ വഴി ഒരു വാർത്ത ഇട്ടാൽ മതി. മമ്മൂക്കയ്ക്ക് എന്താ ജസ്റ്റ് ഇത് പറയാലോ, ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടാ പോരെ, ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റോ ഇട്ടാ പോരെ, അത്ര ആവശ്യമുള്ളൂ. അതൊന്നും അവർ ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ പറയാനുള്ളത് പൃഥ്വിരാജിനെ കുറിച്ചാണ്. അത് പറയാതെ പോവാൻ കഴിയില്ല. കാരണം അല്ലേ, ഞാൻ അതാ പറഞ്ഞ, ഞാൻ എന്റെ മറ്റു ചാനലിൽ ഇട്ടിട്ടുണ്ട്, നട്ടല് എന്നാണ് പറയുന്നത്. അല്ലെ, നട്ടലുള്ള ആളൊരു ഇത്ര ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് പറയാനുള്ളത്. ക്രിസ്റ്റൽ ക്ലിയർ, യെസ്. നിലപാട് പറഞ്ഞാൽ അതാണ്. അതെ, ഫോഴ്സ കൊച്ചിയുടെ ലോഞ്ചിങ്ങിന്റെ സമയത്ത്, അല്ലെ, ലോഞ്ചിങ്ങിന് വേണ്ടി പോയതാണ്, ആ ടീമിന്റെ ലോഞ്ചിങ് ആയിരുന്നു. അതിൽ സമയം കണ്ടെത്തി 17 മിനിറ്റോ അതിന്റെ മുകളിലുണ്ട്. സമയം കണ്ടെത്തി പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയാണ്, ചോദിച്ചോളൂ, ഞാൻ മറുപടി പറയാം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വന്നിരുന്നിട്ട് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ചോദിച്ചിരുന്നു, സുരേഷ് ഗോപി അല്ല ഈ ടോവിനോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ടോവിനോ പറഞ്ഞിട്ടുണ്ട്, അതും വലിയ കാര്യം. അപ്പൊ ടോവിനോ ദുൽഖറും ഇവരെന്താ പ്രതികരിക്കാത്തത്? പക്ഷെ എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു ഈ പൃഥ്വിരാജ് ഈ ഒരു സംഭവത്തിൽ പറയുന്നു. ട്രോള് കണ്ടിട്ടുണ്ട്, ഇത് മുൻകൂട്ടി മനസ്സിലാക്കി ചെക്ക ഇവിടെ നിന്ന് വേറെ വിട്ടു. സിനിമ അല്ലല്ലോ, മലയാളത്തിൽ സിനിമ അല്ലല്ലോ. അങ്ങനെ കിങ് ഓഫ് കോത്തക്ക് ശേഷം സിനിമ അല്ല, കിങ് ഓഫ് കോത്ത തന്നെ 1.5 വർഷത്തിന് ശേഷം വരുന്നത്. അതെ അതെ. അപ്പൊ കിങ് ഓഫ് കോത്ത കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഒത്തിരി മലയാളത്തിൽ സിനിമ വരാനുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഒക്കെ പുറത്താണ് പരിപാടികളൊക്കെ, എസ്കേപ്പ് ചെയ്താന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ 2-3 വീഡിയോ വെക്കാണ്ട്, 5-6 വീഡിയോ ഉണ്ട്. പ്രധാനപ്പെട്ട 2-3 വീഡിയോ ജസ്റ്റ് ഒന്ന് വെക്കാം കേട്ടോ. അത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളത്, ഇത് വെക്കാതിരിക്കാൻ കഴിയില്ല, കാരണം ഇത് കയ്യടി കൊടുത്തേ പറ്റൂ. ആദ്യത്തെ സമയം കഴിഞ്ഞു. ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട്. സോറി, ഇത് അവസാനം പറഞ്ഞാണ്, അതിന് മുമ്പുള്ള ഒരു സംഭവം പറയാട്ടോ. മേഖലയിലെ എങ്ങനെ ബാധിക്കും, ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ ബാധിക്കും, സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല. എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം. ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. വ്യക്തമായിട്ടാ പറയണത്. ഇനി അതല്ലാതെ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വരുന്നു, ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാത്ത ഇമെയിലായി കിടക്കുന്നുണ്ട്. സംഘടനയ്ക്കുമായി ബന്ധപ്പെട്ടൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താൻ അയച്ച ഇമെയിൽ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്ന്. ഇതൊക്കെ വളരെ പരിതാപകരമല്ല. സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ലേ കാണിക്കുന്നത്? തീർച്ചയായിട്ടും അതെ, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മുരളി ഇപ്പൊ ഞാനത് ഇത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, മമ്മൂക്കയും ലാലേട്ടനും കഴിഞ്ഞാൽ സുരേഷ് ഗോപി പോലത്തെ വലിയ വലിയ ആളുകളുണ്ട്, സുരേഷ് ഗോപിയും ജയറാമും ഒക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പൃഥ്വിരാജ് എന്നൊരു പേര് സ്വാഭാവികമായിട്ടും വരും. കാരണം ആ രീതിയിലാണ് നിൽക്കുന്നത്, ഡയറക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, നടൻ, എല്ലാ രീതിയിലും. മാത്രമല്ല മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരാളും കൂടിയാണ്. എന്നിട്ട് അങ്ങനെ സ്ഥാനത്ത് ഇരുന്നിട്ട് ഇത് പറയുന്നത് ധൈര്യം തന്നെയാണ്, അല്ലെ, കോൺഫിഡൻസ് തന്നെയാണ്, അല്ലെ? എന്താ എന്റെ അഭിപ്രായം? പൃഥ്വിരാജിനോട് ദേഷ്യമുള്ളത് പൃഥ്വിരാജ് എന്താന്ന് വെച്ചാൽ ഓൾറെഡി ഒരു എന്താ പറയാ, മറ്റുള്ളവർ ഇപ്പൊ പല ആളുകളും പറയാത്ത പേടിച്ചിട്ടാണ് അവർക്ക് അവസരം നഷ്ടപ്പെടുന്നത്. പൃഥ്വിരാജിന് അവസരം നഷ്ടപ്പെടുത്തി വിചാരിച്ചോ, പക്ഷെ കാര്യമില്ല. സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി, സ്വന്തമായിട്ട് സംവിധാനം ചെയ്യാം, സ്വന്തമായിട്ട് അഭിനയിക്കാം. പിന്നെ തിയേറ്ററുകളല്ലേ, തിയേറ്ററുകൾ പൈസ കിട്ടാൻ വേണ്ടി അവരെ. പക്ഷെ എന്നാലും എത്ര സേഫ് ആണെങ്കിലും അങ്ങനെ സ്ഥാനത്ത് ഇത്തരത്തിലൊരു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കണം, ഇത്തരത്തിൽ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പറയണത് ഭയങ്കരം തന്നെയാണ്. അത് എല്ലാരും അങ്ങനെ ചെയ്യോ? മമ്മൂട്ടിക്ക് അങ്ങനെ പറയുമ്പോ, മമ്മൂട്ടിക്ക് പ്രൊഡക്ഷൻ കമ്പനി അല്ലേ, മോഹൻലാൽ പ്രൊഡക്ഷൻ കമ്പനി അല്ലേ, അവര് പറയാതെ അവർക്ക് ഇതിന് ഉത്തരവാദിത്വം ഉണ്ട്. അല്ല, എന്നിട്ട് പറയുന്നില്ല പറയാ. പിന്നെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നത് പ്രമുഖൻ, സൂപ്പർ സ്റ്റാർ, യങ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നുള്ളൂ. പേരെന്തോന്ന് ഇവർ പറയുന്നില്ല. പേര് പറയാൻ ഇവരാരും തയ്യാറായി. അതിലും ചെറിയ പ്രശ്നങ്ങൾ, അന്വേഷണം ആവശ്യമാണ്. അല്ല, ഇതിന്റെ അവസാനത്ത് ഈ പൃഥ്വിരാജന്റെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവസാനം എൻഡിൽ നിർത്തുമ്പോ തന്നെ പറയുന്നുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താനാണ് ആഗ്രഹിക്കുന്നത്, ഇത് ഈ സംഭവങ്ങൾ വേണ്ട രീതിയിൽ തന്നെ അന്വേഷണം നടന്ന് വേണ്ട രീതിയിൽ മാതൃകാപരമല്ല ഇത് നടക്കുക തന്നെ വേണം, എന്നിട്ട് ഒരു മാറ്റം വേണം. അങ്ങനെ ഒരു പുതിയ വഴിയിലേക്കുള്ള ഒരു വഴി തിരിച്ചു വിടൽ ആദ്യമായിട്ട് നടന്നിട്ടുള്ളത് മലയാള സിനിമയിലാണെന്ന് ഇന്ത്യൻ സിനിമാ ലോകം സംസാരിക്കും. മാത്രമല്ല സിനിമാ മേഖലയിലാണെന്ന് നമ്മുടെ ലോകം തന്നെ സംസാരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ, അങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ ഒരു മാതൃകാപരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ ഗവൺമെന്റിന് സാധിക്കണം. ഒന്ന്, ഗവൺമെന്റ് ഓൾറെഡി ഈ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. 7 അംഗ സംഘം, 7-8 IPS ഉദ്യോഗസ്ഥന്മാര്, അതുപോലെ 3-4 സ്ത്രീകളുണ്ട്. അപ്പം
അതിന്റെ പ്രവർത്തനം എന്താണെന്ന് അറിയില്ല. എനിക്കും തോന്നുന്നത് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ല, എനിക്കും തോന്നുന്നു ഒരു പക്ഷേ കറക്റ്റ് ഇപ്പൊ കമ്മീഷൻ റിപ്പോർട്ട് വന്നെങ്കിലും ഇതിൽ പല തിരിമറികളും നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഗവൺമെന്റിനും അറിയാലോ. സോ വ്യക്തമായിട്ട് അവര് ഒരു വേറൊരു അന്വേഷണം കൂടി നടത്തി ഒരു തീരുമാനത്തിന് ഒരു ഉറപ്പ് വന്നതിന് ശേഷം പറയുന്നതിന് എനിക്ക് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ആരോപണങ്ങളുടെ ഇടയിലൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ യശ്വരന്റെ കേസ് ഉണ്ടല്ലേ, കുറച്ച് പൈസ കഴിഞ്ഞാൽ പരിപാടി മുതലാക്കുന്ന കുറച്ച് രാഷ്ട്രീയ ടീമുകളുണ്ട്. എല്ലാരും ഉണ്ട് ഇതിനിടയില്. കോൺഗ്രസ് എന്ത് തോന്നുന്നു? മുകേഷ് രാജിവെക്കണം. ഇപ്പോ നിലവിൽ വേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നിലവിൽ വേണ്ട ആവശ്യമില്ല തോന്നുന്നത്. പുള്ളിക്കാരുടെ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും രാജിവെക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രശ്നം എന്താ വെച്ചാൽ ആരോപണം ഉന്നയിക്കുമ്പോൾ രാജിവെക്കണം. പക്ഷെ അത് പറയാൻ കോൺഗ്രസ്സുകാർക്ക് അവകാശമല്ല. കാരണം എന്താ വെച്ചാല് കോൺഗ്രസിന്റെ എത്രയോ ആളുകൾക്ക് ഇതേപോലെ ആരോപണം വന്നിട്ട് രാജിവെച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളി MLA ആയിരുന്നു, ആരോപണം വന്ന FIR വരെ ചെയ്തതാണ്, പക്ഷെ രാജിവെച്ചിട്ടില്ല. എന്നിട്ട് അവര് മുകേഷ് രാജിവെക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ആദ്യം നിങ്ങൾ അത് മാതൃകാപരമായി ചെയ്ത് കാണിച്ചതിന് ശേഷം വായിട്ട് അലക്കുകയാണെങ്കിൽ ഓക്കെ. എന്നിട്ട് മുകേഷ് രാജിവെക്കണം പറയാനുള്ള അവകാശം ഇവർക്കില്ല. കാരണം ചെയ്തിട്ടില്ലല്ലോ. അവർ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റാൾ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഞാൻ പ്രധാന സംഭവമായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അത് മറച്ചു വെച്ചിട്ട് ഞാൻ മറ്റേ വീട്ടിലേക്ക് കഴിച്ചുകൊണ്ടിട്ട് അവിടെ തന്നെ ചെറ്റ് ചെയ്തോ തെറ്റെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. ഞാൻ ആദ്യം എന്റെ വീട് നന്നാക്കണം, എന്നിട്ട് വേണം പറയാൻ. ആ സംഭവം അത് കോൺഗ്രസ്സുകാർ അതിൽ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്കൊന്നും MLA സ്ഥാനത്ത് രാജിവെക്കണമെന്ന് ആരോപണം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഒരു ആരോപണത്തിന് വന്നിട്ടുള്ള ഒരാൾ എങ്ങനെ പറയാത് ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ തെറ്റുകാരനല്ലല്ലോ. ആരോപണം മാത്രമാണ് തെളിയിക്കുന്ന. അത് റിമാൻഡിലാണെങ്കിലും കോടതി വിധി വരുന്നവരെ അയാൾ പ്രതിയാവുന്നില്ല. അതെ, അത് തെറ്റുകാരനാണ് എന്ന് തെളിയുന്നത് വരെ അതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അമ്മയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ MLA സ്ഥാനത്ത് നിന്ന് ഇപ്പോ മാറേണ്ട ആവശ്യം എന്താ എനിക്ക് തോന്നുന്നില്ല. ഇതിന് പിന്നെ എന്താ വെച്ചാൽ ഈ കോൺഗ്രസ്സുകാര് പൊതുവെ ഈ മുകേഷും ഗണേഷ് പോലുള്ള CPM അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഒരു ആരോപണങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവരങ്ങനെ തീർത്ത് കത്തിക്കുന്നുണ്ട്. അത് ഈ സമയത്ത് കിട്ടുന്ന അവസരം മുതലാക്കാണ്. അതില് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ഇതിലുണ്ട്. സ്പീക്കർ കോൺഗ്രസ്സുകാരനാണല്ലോ രാജ്യം. പക്ഷെ അത് അവര് മറച്ചു വെക്കുകയും അതവര് വെക്കുകയും തൊട്ടപ്പുറത്തുള്ള മുകേഷിനെ എന്ത് ചെയ്യാ ഇതുപോലെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അവരുടെ കാര്യം മറച്ചു. അത് എല്ലാ കാലത്തുള്ളതാണ്. ഇതിലിപ്പോ എന്താ പറയുക, ഇതില് വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം BJP, CPM, കോൺഗ്രസ് 3 പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ആളുകൾ ഇതിലുണ്ട്. അപ്പൊ ഇവർക്ക് ചില നിലപാടെടുക്കുമ്പോൾ അവരുടെ സ്വന്തമായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. ഇപ്പൊ മറ്റേ ഇവരുണ്ടല്ലോ, എന്താ മറ്റേ സംവിധായകൻ, മറ്റേ O രാജഗോപാലിന്റെ അനിയനായിട്ട് വരുന്ന ആള് അങ്ങനെ ആളുണ്ട്. നമ്മളെ സിദ്ധാർത്ഥിനെ കുറിച്ച് സിനിമ ചെയ്തല്ലോ, മറ്റേ ദീത്തെ BKP. അയാൾക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട്. അയാളെന്നാല് O രാജഗോപാൽ BJPന്റെ പ്രമുഖ നേതാവായിട്ടുള്ള അയാളുടെ അനിയനാണ് BKP. അപ്പം BJPക്കാര് ഇയാൾക്കെതിരെ ആരോപണം BJPക്കാർ ഒന്ന് എന്ത് ചെയ്യും, അതാണ് അവസ്ഥ. എന്തായാലും മൊത്തത്തിൽ ആകെ കുലുങ്ങി കിടക്കണം. ഇത് മൊത്തം ഒന്ന് ക്ലിയർ ആയി വരാനുണ്ട് ഇനിയില്ലേ. ആ ചെളിയൊക്കെ ഒന്ന് താഴെ പോയി അമർന്ന് ഒന്ന് റെഡി ആവാനുണ്ട്. കണ്ടറിയാം. ചാനൽ നല്ല മുതലാക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തകരെ കാര്യമാക്കേ വേണ്ട, ചെറിയ സാധനങ്ങൾ വരെ കുത്തിപ്പൊക്കി ഭയങ്കര ലൈവിലിട്ട് പറയാ. എന്നിട്ട് ലൈവിലുള്ള ആരാണ് ആരോപണം ആർക്കെതിരെയാണോ അയാളെ വിളിക്കുക. എന്നിട്ട് ഇവര് തമ്മിൽ അതിന്റെ ലൈവ് എന്താ പറയാ ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് അവസരം കൊടുക്കുക. എന്നിട്ട് ഇവര് തമ്മിൽ ബാധിക്കുക. എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അല്ല, അവരെ പറഞ്ഞിട്ടല്ല, അവരെ പണിയാ തന്നെയല്ലേ, അവരെ ചെയ്യും. വെയിറ്റ് ആൻഡ് സീ.